ഹായ് ഓൾ, ഇന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആകെ അരിപ്പൊടിയും കുറച്ച് ബാക്കി വന്ന ചോറും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സാധാരണ അപ്പം ഉണ്ടാക്കണമല്ലോ, കപ്പിയൊന്നും കാച്ചിയിട്ടില്ല, പിന്നെ തേങ്ങ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അരിയൊന്നും കുതിർത്താനൊന്നും വെക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പിന് 1/2 കപ്പോളം വേവിച്ച ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കണ അരിപ്പൊടിയുടെ പകുതി ആവണം നമ്മൾ എടുക്കണ ചോറ്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചസാരയും ഉപ്പും കറക്റ്റ് ബാലൻസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സ്മൂത്ത് പേസ്റ്റ് ആവണം. ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വെള്ളയപ്പത്തിനും പാലപ്പത്തിനൊക്കെ അരക്കണം അതേ കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അടിച്ചെടുത്തേക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ മോർണിംഗ് 6 o'clockനാണ് ബാറ്റർ അടിച്ച് വെച്ചിരുന്നത്. ഒരു 6:45 6:50 ആയപ്പോൾ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് ഫെർമെൻറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ലെസ് ദാൻ 1 hour എനിക്ക് എടുത്തിട്ടുള്ളൂ. അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കറക്റ്റ് അപ്പത്തിന് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. പിന്നെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ക്രിസ്പായിട്ടുണ്ട്. നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ചട്ടിയിൽ നിന്നെടുത്ത് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തലേന്നൊന്നും അരച്ച് വെക്കണമെന്നില്ല, രാവിലെ തന്നെ ഒന്ന് അരച്ച് വെച്ചാൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്